മീനു, കുഞ്ഞിനെ എടുത്തോ. കരയാതേടെ കുട്ടാ. മോനു എന്താടാ? ജോണി, ജോണി എഴുന്നേക്ക്. ദാ കാപ്പി വെച്ചിരിക്കുന്നു. മക്കളൊക്കെ പ്രായമായി വരിക. അതുങ്ങളൊക്കെ ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല. ആ ഇന്നലെ കോട്ടാചാരായം തീർന്നെന്നും പറഞ്ഞ ആ ചാണ്ടിച്ചൻ നാടൻ ചാരായോ തന്നെ. അതിന്റെ ആ മക്ക് ചൊവ അടിച്ചപ്പോഴേ വിചാരിച്ചതാ ഇത്തിരി കൂടി പോവെന്ന്. ഓവറായിരുന്നു അനി. കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റി തലേം തിരിഞ്ഞ് വന്ന് കേറും. അത്യാവശ്യമുള്ളതൊക്കെ മറക്കുകയും ചെയ്യും. മറന്നു? മോന് മരുന്നും വാങ്ങിച്ചുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ. പൊള്ളുന്ന പനി അവന്. അയ്യോ, നിന്നാണ് നമ്മുടെ മക്കളാണ് ഞാൻ ഇനി കുടിക്കല. എന്റെ അനി വേണ്ട. ഈ കള്ളസത്യം ചെയ്ത് എന്റെ തല പൊട്ടി തെറിക്കാറായി. ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന. ഞാൻ പോവാ. കഴിഞ്ഞ മഴക്കാലത്താണ് സംഭവം നടന്നത്. തോരാത്ത മഴ പെയ്ത് ജലാശയങ്ങളെല്ലാം എന്നാണ് നിന്റെ പരീക്ഷ? ഈ ചാച്ചന് ഒരു ഓർമ്മയില്ല. പരീക്ഷ കഴിഞ്ഞില്ലേ? അയ്യോ, പറഞ്ഞ പോലെ പരീക്ഷ കഴിഞ്ഞല്ലോ. എന്നാ അടുത്ത പരീക്ഷ? ക്രിസ്മസിന്. ഓ, ഇന്നലെ രാത്രിയിലേ ചാച്ചൻ വന്നത് മോൻ കണ്ടായിരുന്നു? ഞാൻ ഉറങ്ങിപ്പോയി. മഴ തോർന്നിരുന്ന സമയം നോക്കി ഇതെന്നാടാ പിന്നെ ചായ കുടിക്കാത്തെ? അത് എന്റെ അല്ല, റോണിയുടെയാ. ആഹാ, അവൻ എണീറ്റില്ലേ ഇതുവരെ? അവന് പനിയാ. മഴ തോർന്നിരുന്ന സമയം നോക്കി കുഞ്ഞനിയനെയും കൂട്ടി സൈനബ കുടക്കടവിലെത്തി. അലക്കാനുള്ള തുണികൾ ഓ, ഇതിച്ചിരി പനിയേ ഉള്ളൂ. തോപ്പിടുകയായിരുന്നു അവൾ. ചാച്ചൻ കുളിയും കാപ്പിയുടെയോ കഴിഞ്ഞ് ചടേന്ന് പോയി മരുന്ന് വാങ്ങിച്ചോണ്ടിരാ. എന്നിട്ടേ സ്റ്റേജിൽ പോന്നുള്ളൂ കേട്ടാ. വെള്ളത്തിലേക്ക് വീണു. ശബ്ദം കേട്ട് ഇന്നലെ രാത്രി ചാച്ചൻ വന്നപ്പോ മോൻ ഉറങ്ങിയായിരുന്നു? നിലവിളിച്ചുകൊണ്ട് ഉറങ്ങിയായിരുന്നു? അപ്പൊ നീയും കണ്ടില്ല? ഞാൻ കണ്ടായിരുന്നു. മോളിങ്ങി വന്നടി. ശരിക്കും മോള് കണ്ടായിരുന്നു? പിന്നെ ഞാനും അമ്മച്ചിയും വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ചാച്ചന്റെ ആ വരവിന്റെ ഒരു സ്റ്റൈല്? നല്ല സ്റ്റൈല്. നാണ ഇല്ലല്ലോ ചാച്ചന്. ഇന്നലെ 4 കാലയിലായിരുന്നു. ഒറ്റ വീക്ക് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ ചാച്ചനോട് സ്നേഹമുള്ളത് എന്റെ മോന് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നോലിഞ്ഞു ഇന്നലെ ചാച്ചന്റെ കോലം. മക്കള് ആവോ ആവാവോ. ചെമ്മാനെ, എന്നതാ വിളിച്ചേ? ചെമ്മാൻ. ചെമ്മാനെ, ചെമ്മാന്റെ മറ്റേ താനോ? ഒരു സീനിയർ പുരോഹിതനാണോ താനെന്ന് വിളിച്ചത്? കാറ്റൊന്നു മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന ഒരു പുരോഹിതനാണ് ഞാൻ. ആ ഓർമ്മ വേണം. കാറ്റ് കാറ്റല്ല, കൊടുകാറ്റും പേമാരിയല്ല ഒന്നിച്ചു വന്നാലും മെത്രാനാകുന്ന പ്രശ്നമില്ല. മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയല്ലോ. വേണ്ട, ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലാതെ സെമിനാരി വന്ന് 10-25 കൊല്ലം കഴിഞ്ഞിട്ടും
പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേരായിട്ട് നടക്കുകയല്ലോ. താൻ എന്റെ കൂടെ പഠിച്ചായിരുന്നു പുറത്തു പറയാൻ എനിക്ക് നാണക്കേടാ. ആ നില കാലത്ത് ചായ വരെ കിട്ടിയില്ലല്ലോ. കറവക്കാരൻ വന്നില്ല. കറവക്കാരൻ വന്നില്ല, താൻ കറക്കണം. തനിക്കല്ലേ എന്റെ ചാർജ്? കറക്കും. മറ്റേ പുള്ളി ഇറക്കും. ഏത് പുള്ളി? മറ്റേ പുള്ളി. ഏത് മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത്? ഫായോ? FATHER ഫാദർ. തന്റെ തന്തയ്ക്ക് പറഞ്ഞ അടിച്ച് തന്റെ പല്ലി ഞാൻ കൊഴിക്കും. കൊഴിക്കും. താൻ ഈ സെമിനാരി വന്ന് അടിഞ്ഞില്ലായിരുന്ന തന്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേന്. നേരം വിളിക്കുകയും താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ച് കിടങ്ങൂല്ലേ? നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോവാം, അന്റാർട്ടിക്കയെ കൊണ്ടുപോവാം, ഡെൻമാർക്കിൽ കൊണ്ടുപോവാം, ഉഗാണ്ടയെ കൊണ്ടുപോവാം, നഴ്സാക്ക എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിൽ അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ. അവിടുന്ന് കിട്ടിയ കാശ് കൊണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടം മുതലാളിമാരായത്. സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത് അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലടോ. അത് കട്ട് വിൽക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം. എടോ, കണ്ട ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും ഒക്കെ അങ്ങനെ തോന്നു. ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെൺതരി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ പേരിൽ 10 കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ? ചുമ്മാതല്ലടോ ഇപ്പോഴും പശുവിനെയും കറന്ന് ചാണകവും വാരി നടക്കുന്നത്. ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ ആളിനോട് പറഞ്ഞാ. മുമ്പേ പറഞ്ഞ ഏതാള്? ഫാദർ. അടിച്ചു തന്നിട്ട് എന്താ ഇവിടെ ബഹളം? എന്താ പറയാ? ഞാൻ ഫാദർ, ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു. അതിന് എന്നോട് ചൂടാകേണ്ട കാര്യമുണ്ട്? ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥമുള്ളോ ഫാദർ? അതൊന്നും അല്ലച്ചോ, ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഒന്ന് നന്നാവുമെന്ന് അറിയണമല്ലോ. ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല, പിന്നെയാ ഇനി വട്ടപ്പാറ അച്ഛൻ. നിങ്ങൾ ഇങ്ങനെ സ്റ്റുഡൻസുമായിട്ട് അധികം മിങ്കിൾ ചെയ്തിരുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഡോക്ടർ അച്ഛാ, എന്നെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാത്രം കരുതരുതേ. ഞങ്ങള് സഹപാഠികളാണ്. യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി. എനിക്ക് കുർബാന ചൊല്ലാൻ പോലുള്ള യോഗ്യതയില്ല. എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോ? ചാണകം? മണി 7 ആയല്ലോ, 3 മണി അടിക്കാറായില്ലേ? എന്തായി കാണുന്നത്? ചാണകം, ചായ. ഇതൊന്ന് വൃത്തിയായിട്ട് കാണുന്നുകൂടെ? ചെല്ലിയല്ലേ. എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നേ? എന്താടി ഓടവാണല്ലോ, എന്ത് പറ്റി? ജോലി കൂടുതലായിരിക്കും. തോന്നും. ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ. സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും. ഇപ്പൊ വലിയ മുതലാളിയല്ലേ. നമുക്ക് എന്തോന്ന് നില ചേട്ടാ, അന്നും ഇന്നും കറവ തന്നെ. എല്ലാ കറവക്കാർക്കും മുതലാളിയാകാനുള്ള യോഗം ഉണ്ടാവോ? നീ കരയാതെ കല്യാണി. കേശുവേട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാഞ്ഞിട്ടല്ലേ? പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി. അതിനകത്ത് പഞ്ചാരയിട്ട് ഇളക്കണ്ട. അത് പള്ളിക്ക് പുറത്ത്. ചുമ്മാ ചൂടാകാതെ ചമ്മാച്ചു. ചെമ്മാശൻ തന്റെ ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ, ഞാൻ തന്നേക്കാ ചെറ്റേ അറിയാവോ? എന്തോന്ന് അത്ര കിണിക്കാൻ? നിങ്ങള് കുശിനിപ്പോ പെണ്ണുപിള്ളേ അല്ലേ? പാലെടുത്തെങ്കി പൊക്കോ. ചുമന്നോണ്ട് നിക്കാതെ അതാ വാഴച്ചോട്ടിക്കൊണ്ടിറോ അല്ലേ? ആനിയെയും ജോണിയെയും പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്, കുടിയെടുപ്പുകാരായിട്ടല്ല. നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട്. 10-14 കൊല്ലമായില്ലേ, ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിലർക്കൊക്കെ സംശയം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോവുവച്ചോ? പെട്ടെന്ന് മാറാനല്ലല്ലോ പറഞ്ഞത്, 1-2 കൊല്ലങ്ങൾക്കകം. സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ? അനാഥമന്ദിരത്തിന്റെ മതിലും ചാടി രജിസ്റ്റർ കല്യാണവും കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചേരണമെന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ? അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് 2 കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി മാറിക്കൊള്ളാമെന്ന. ജോണിയുടെ സ്വഭാവം അച്ഛനറിയാവല്ലോ. അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാരായ ഷാപ്പിൽ കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ. നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചെലവ് നടത്തുമോ? ആനി വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും. കുറച്ചു കാലത്തേക്ക് മാത്രം, അത് ഓർമ്മ വേണം.
എന്നാ ആനി വെക്കും. അനി, ഞാനെല്ലാം കേട്ടു. ആനയുടെ പ്രശ്നം അത് ഒരു റിയൽ പ്രോബ്ലം തന്നെയാ. ഒരു മദ്യപാനി മനസ്സ് മാറി നന്നാകുക, പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക, അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക, ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മീനുകുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 12. അയ്യോ, തീരെ കൊച്ചായി പോയല്ലോ. സാരമില്ല, ഞാൻ പറഞ്ഞാൽ ഒരു 3-4 വയസ്സിന്റെ എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും. ആര്? ആനിക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ? എന്റെ ഒരു ഹോബിയല്ലേ അത്, പുണ്യപ്രവൃത്തി. നിർധനരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വേലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി, ഇറ്റലി, ഡെൻമാർക്ക്, ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക. ആ കുട്ടികളും രക്ഷപ്പെടും, ആ കുടുംബവും രക്ഷപ്പെടും. ടീച്ചറേ, ചതിയാണിത്, ചതി. നഴ്സിംഗിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെമ്പിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മദാമാരുടെ വിഴുപ്പലകുന്ന പണിയാണ്. അട്ടപ്പാറ അച്ചോ, ആ കളി ഇവിടെ വേണ്ട. അവരുടെ കൊച്ചിനെ അവരെവിടെയും വിടുന്നില്ല. ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചു വിടാനാണ് പോകുന്നത്, ഇല്ലേ ടീച്ചറേ? ഈ ഇയാളുടെ വിട്ടിത്തിലൊന്നും കേട്ട് ആനി പേടിക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ആ, ജോണി ഇപ്പൊ എങ്ങനെ? പള്ളിയിലേക്കും കാണാറില്ല. കുടിയുണ്ടോ? മദ്യപാനമൊക്കെ ഞാൻ നിർത്തിത്തരാം. ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട്. ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉപദേശിക്കാം. അനുഭവിക്കൂ. ഇവിടെ കൂടെ തൊപ്പിട്ടെ. ഇത്തിരി അഡ്വാൻസ് വേണമായിരുന്നു. 100 രൂപ മതി. കാല് വയ്യാത്ത ഇളയ ചെറുക്കൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അവനൊരു പനിയും മേലായി, മരുന്ന് വാങ്ങിക്കാനാ. കണക്ക് നോക്കിയാ ഇപ്പൊ തന്നെ ഒരു 3-4 മാസത്തെ ശമ്പളം മുൻപറ്റ. അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയ ഇപ്രാവശ്യത്തോട് കൊടുത്തേക്കൂ. ഓ, തനിക്ക് വെള്ളടി ഇത്തിരി കൂടുതലാണെന്നാണല്ലോ എല്ലാരും പറയണത്. അത് വെറുതെ ആൾക്കാർ കുശുമ്പ് പറയുന്ന മുതലാളി. വല്ലപ്പോഴും ആ പഴയ നടു. ഡ്യൂട്ടി സമയത്ത് അങ്ങനെ അടിച്ചെന്നറിഞ്ഞ ഈ കളിതമാശയൊക്കെ അങ്ങ് മാറും. ഓ ഇല്ലേ? ആ, കൊടുത്തേക്ക്. ശരി. 4 മാസത്തെ മുൻപറ്റുണ്ടാക്കിയ തന്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ. മതി മതി, വന്ന് വണ്ടിയെടു. ഓ, റേഡിയേറ്റർ പഴുത്തല്ലോ കൂട്ടാ. ആ, നീ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കേ. ടീച്ചറെ, ആ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഏത് കാര്യം? നമ്മുടെ ചെക്കൻ്റെ കാര്യേ. അല്ല, അവന് പാട്ടെന്ന് പറഞ്ഞ ഭ്രാന്ത. നമുക്കാണെങ്കിൽ ഇതൊന്നും പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ടീച്ചർ അവനൊന്ന് ശരിയാക്കി എടുക്കണം. എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ. വല്ല ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീട് വഴി കയറിപ്പോയാൽ മതി. ഞാൻ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ. അതെനിക്കറിയാം. പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ഒരു അന്യ വീടായിട്ട് ടീച്ചർ കരുതരുത്. ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, 3-4 പിള്ളേരും വെച്ചുകൊണ്ട് ടീച്ചർ വിടുന്ന പാട് ദിവസവും ഞാൻ കാണുന്നതല്ലേ. എന്ത് ചെയ്യാനാ, ജോണി അങ്ങനെ ആയിപ്പോയി. ടീച്ചറെ, പല ദിവസവും രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വേണി വണ്ടി പോവാം. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ.